ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ തുടർന്നിടുന്ന വീഡിയോസിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാർബിൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഇത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കേക്ക് ടിന്നിലല്ല, നമുക്ക് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കിട്ടണ ഒരു ടിന്നിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊരു സാധാരണ ഒരു വൈറ്റ് പേപ്പറാണ്. ആ വൈറ്റ് പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ചുറ്റിനും നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കണം. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചുറ്റിനും നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 250 മൈദ മാവാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് 250 മെഷർമെൻറ്റ് കപ്പാണ്. ഇതുപോലെ ഒരു കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി. സെയിം അളവ് ആവണോ. ഇങ്ങനെ കുത്തി നിറയ്ക്കരുത്, ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ മൈദ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. 1 കപ്പ് മൈദയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നമ്മളിത് അരിച്ചെടുക്കണം, എന്നാലേ കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. നമ്മൾ 3-4 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 3 എഗ്ഗ് വേണം. ഇത് നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ളത് 3 എഗ്ഗാണ്. 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് പാത്രത്തിനാണോ കേക്ക് ഉണ്ടാക്കാൻ പൊടി എടുക്കുന്നത് അതിൻ്റെ 3/4 ഭാഗം പഞ്ചസാര നമുക്ക് വേണം. അപ്പോൾ 3/4 കപ്പ് ഞാൻ പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമ്മൾ കേക്കിൻ്റെ പൊടി കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പതുക്കെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പൊടിയും കൂടെ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് ഇളക്കുകയാണ് ഏറ്റവും നല്ല സുഖം. അപ്പോൾ ഒരേ ദിശയിലേക്ക് തന്നെ ഇത് കറങ്ങി വന്നുകൊണ്ടിരിക്കും. മറ്റേത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബീറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ എഗ്ഗിൻ്റെ ഒക്കെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ എഗ്ഗിൻ്റെ വാസനയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് വാനില എസൻസ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്യണം. കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് ലൂസാവണം. ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ, നമ്മൾ മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ബാറ്റർ പകുതി ആക്കണം. നമുക്ക് അതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതിൻ്റെ നേർപ്പകുതി എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാക്കി കുറച്ച് കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നേർപ്പകുതി എടുക്കുക. നമ്മളിതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തൊരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ നന്നായിട്ട് അരിക്കണം, കട്ടയൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോണ ഇതിലാണ്, ഇങ്ങനത്തെ ഒരു പാനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ചൂടാക്കാം. നല്ല ചൂടുണ്ടാവണം. അതിലേക്കാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കാൻ പോണത്. ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെൻറ്ററിലേക്ക് ആയിട്ട് ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത മിക്സും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്തത് 1 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ സ്പൂണും നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഇതിലേക്ക് എല്ലാ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിറയെ എയർ ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മെല്ലെ കൊട്ടി കൊടുക്കാം. എന്നിട്ടും ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്നും പൊട്ടിച്ചു കൊടുത്താൽ മതി. ആ ബബിൾസ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനൊരു ഡിസൈൻ കൊടുക്കുകയാണ്. അത് നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാൻ കൊടുക്കണേ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ള ഡിസൈൻ. ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. കേക്കിൻ്റെ ബാറ്റർ നമ്മളിതിൽ വെച്ച് കൊടുക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം. മൊത്തം 45 മിനിറ്റിലേറെ വേണം. നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്തെങ്കിലും ഒന്നെടുത്തിട്ട് കുത്തി നോക്കുന്നുണ്ട്. ഇതപ്പോൾ ഇതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഇതപ്പോൾ കേക്ക് നല്ല വെന്തുണ്ട്. നമുക്ക് ഇതൊന്നെടുത്ത് മാറ്റാം. നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ ഇതിനെ എടുത്ത് മാറ്റാം. ഇതവിടെ ടേസ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്കും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് അനൽഖാസ് കിച്ചൺ. താങ്ക് യു.